കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരണത്തിനുള്ള ബില്ല് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത്? മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്ന സമരം, അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി, അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുറ്റുനോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. മുനമ്പത്ത് മാത്രമല്ല, ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള, കുടിയിറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം. അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എംപിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ 18 UDF എംപിമാരും ഒരു LDF എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ 19 എംപിമാരും വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ UDF LDF എംപിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എംപിമാരാണല്ലോ എന്നാണ്. ഷാഫി പറമ്പന്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും. ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള BJP വിജയത്തിന് ശേഷം, NDAയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് മുന്നണി 40 സീറ്റിലേക്ക് ഒതുങ്ങി. 80% സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടിരുന്നത്. 20% താഴെ പോയി. അവരാരും തന്നെ കേരളത്തിൽ, ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാജയം ചർച്ചയ്ക്കെടുത്തില്ല. അവരെല്ലാം വിഷയങ്ങൾ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും PFIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു. വിശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും PFIക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ചെറിയൊരു നിറം മാറ്റം, ഒരു അടവ് നയം CPM ഇപ്പോൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന. പക്ഷെ മുഖ്യമന്ത്രിക്കും LDFനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുമായി ചേർന്നാണ് കട്ടാങ്ങൽ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി
LDF ഭരിക്കുന്നത് SDPI-യുമായി ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ LDF-ന് SDPI-യുമായി ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം SDPI-യുടെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസും CPM-ഉം SDPI-യും ചേർന്നാണ് അവിടെ അവർ ഭരണം പിടിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമാവുന്നത് രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും PFI പരസ്യമായി അവരുടെ ലഘുലേഖകളുമായി UDF-നോടൊപ്പം അണിനിരന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും PFI നേതാക്കളുമായിട്ട് പരസ്യമായി ബാന്ധവം ചെയ്തു. SDPI-യുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല. K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ SDPI-യുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPI-ക്കും PFI-ക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFI-ക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു. ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇന്നേവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ, നിരോധിത ഭീകരവാദ സംഘടന ഒരു ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു. ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു. അത് കാണാൻ മതേതര പാർട്ടികളെന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ മാത്രമല്ല ഇത് കണ്ടത്. നാം പാലായിൽ അത് കണ്ടു, കൽപ്പറ്റയിൽ അത് കണ്ടു, കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് UDF-ന് മാത്രമല്ല LDF-നും കൈ കഴുകി കളയാൻ കഴിയില്ല. അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം, സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില LDF-ഉം UDF-ഉം സ്വീകരിക്കുക. ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ 30% വോട്ടിന് വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത്. സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. BJP-യെ സംബന്ധിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട്. അല്ല, ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു വശം മാത്രമാണ് കാണുന്നത്. ചേലക്കരയിൽ 10,000 വോട്ടിൻ്റെ വ്യത്യാസം അധികം വോട്ട് BJP-ക്ക് ലഭിച്ചു. വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടു കൂടി വിലയിരുത്തുന്നത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമില്ല. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് UDF ദയനീയമായി പരാജയപ്പെട്ടു? ഞങ്ങൾക്ക് 4000 വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് എത്ര വോട്ട് ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ലല്ലോ. VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലേ?
എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും, ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത, സമാഹരിക്കാൻ കഴിയാതെ പോയത്, ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി പരിശോധന നടത്തി എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ 2021 ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2021 2.5% വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി. നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി. പക്ഷേ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല. അടിസ്ഥാന വോട്ട് നിലനിർത്തി. പക്ഷേ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ 2021 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലങ്ങളിൽ, ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തെറ്റുകൾ കണ്ടുപിടിച്ചു, ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, മുന്നോട്ട് പോയി. കേരളത്തിൽ ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ശ്രീ ഒ രാജഗോപാൽ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും, ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ, നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നതല്ലേ, എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടിട്ടുണ്ട്. ആ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈ ഇലക്ഷനിലും BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ടാണ് BJPക്ക് അന്ന് ലഭിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് പഴയ 19,000 നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം വസ്തുതകളാണ്. പക്ഷെ അപ്പോഴും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അല്ല, ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഞാൻ എന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഇന്നിവിടെ എല്ലാം നിങ്ങൾ 3 ദിവസമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിത് കേൾക്കാനായിട്ട് തന്നെ വന്നിരിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും, പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റിനുമാണ്, സ്വാഭാവികമാണല്ലോ. അത് ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പാലക്കാട് മാത്രമല്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓരോന്നോരോന്ന് പറയാം. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി, ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇതല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് സർ. ഇല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. പറഞ്ഞു, ആര് പറഞ്ഞു എന്നല്ല. അല്ലല്ല, നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളെയും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും, പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ഓരോരുത്തരായിട്ട് കണ്ട്, ഇൻഡിവിജ്വലി കണ്ട് അഭിപ്രായ സമാഹരണം നടത്തി 3 പേരുകൾ അവിടെ വന്നു. ഈ 3 പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് 4 മണിക്കൂർ നീണ്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ വന്ന പേരുകൾ 2 പേർ മത്സരിക്കാനില്ല, സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ആ നോട്ടോടു കൂടിയാണ് ഞാൻ, അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടു കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. പറയട്ടെ. അങ്ങനെ 3 പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത്. പക്ഷെ ഒരു നോട്ട് അതിൻ്റെ കൂടെ വെച്ചു, ഇതാണ് മറ്റ് 2 പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത്,
ഇത് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട്, മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ അദ്ദേഹം 3000 വോട്ടിൽ നിന്നാണ് 50,000 വോട്ടിലേക്ക്. നിങ്ങൾക്ക് കണക്കുകൾ കയ്യിലുണ്ടല്ലോ. 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അത് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത് അടിരിക്കട്ടെ. ഇനി അത് അടുത്തടുത്ത് ഇനി ഈ കാര്യത്തിൽ ഒരു സംശയത്തിന് നിങ്ങൾക്ക് പിന്നെ ഞാൻ മറയില്ലാതെ മറുപടി പറയും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങളും. ഇനി രണ്ടാമത്തെ കാര്യം, അമിതമായ വിജയപ്രതീക്ഷ നിങ്ങൾ പുലർത്തി എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കുന്നു. സർ, തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കുമോ? ഗോവിന്ദൻ എന്താ പറഞ്ഞത്? സരീൻ അവിടെ ഉജ്ജ്വലമായിട്ടും 1ാം സ്ഥാനത്ത് വരുന്നല്ലേ. മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. രമ്യ ഹരിദാസ് ചേലക്കരയിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ നവ്യ ഹരിദാസ് വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞോ? ജയിക്കും തന്നെയല്ലേ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങൾ 2021-ലും ഇത് തന്നെയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ 10 ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. ആദ്യ 10 ദിവസവും മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു പ്രശ്നം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു. ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു നിൽക്കുക. അതായിരുന്നു അടുത്ത പ്രചരണം. അത് ഏശാതെ പോയപ്പോഴാണ് കൊടകര 2021-ലെ ചർവിത ചർവണം പോലെ നിങ്ങളെല്ലാം വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു, ഛർദ്ദിച്ചു വീണ്ടും. അതായത് 2021-ൽ വന്ന മൊഴികളാണ് ഇതെല്ലാം. പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി. അത്ര കോടി കടത്തി, ഇത്ര കോടി കടത്തി, ആന കടത്തി, ചേമ്പ് കടത്തി, ഇതെല്ലാം നിങ്ങൾ 10 ദിവസം നിങ്ങൾ പ്രചരിപ്പിച്ചു. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞു. സാർ, ഞാൻ അതും കേട്ടിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു. ഇപ്പോഴല്ലേ അത് ഇപ്പൊ പറഞ്ഞല്ലേ. ശരി, ഞാൻ പറഞ്ഞ അതല്ല. കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന പ്രചാരവേലയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരി, ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും, ഒരു സംശയമില്ല. പറയട്ടെ. അതല്ലാതെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യും? ഞാനിവിടെ ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്യും? പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊടകര കൊണ്ടുവന്നു. കൊടകരയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ കൊടകരയിൽ ഉണ്ടായത്? ഒരാളെ കൊണ്ട് കോൺഗ്രസ്സുകാർ കൊടകരയിൽ ഇന്നെന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയിപ്പിച്ചു. അത് 10 ദിവസം ചർച്ചയായി. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു. വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജം ചെലവഴിക്കേണ്ടി വന്നു. അതൊക്കെ ശരിയാണ്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. നിഷ്പക്ഷമതികൾ എന്ന് പറയുന്നവർ, കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു. 2 അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട്. ഒന്ന്, ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ BJP കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം. ചില ആൾക്കാർക്ക് വാശിയാണ്. ചില നിരീക്ഷകന്മാർക്കും ചില ഓൺലൈൻ ചാനലുകളൊക്കെ അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങിയതാ. എൻ്റെ പ്രിയ അനിയൻ വിജയിച്ചു, പക്ഷെ സഹോദരി വിജയിച്ചില്ല. അയാൾ ആരുടെ കൂടിയാണ്? ഒരു BJP പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? അയാൾ ആരുടെ കൂടെയാണ്? ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് BJP പോകണം, അതാണ് നിലപാട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി എടുത്ത ഒരു നിലപാട്, ഞാൻ മാത്രമല്ല, 6% വോട്ടിൽ നിന്ന് BJP 20% വന്നത്
ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, കേരളത്തിലെ സംഘ BJP പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് LDFനെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത്. LDFനെ നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം. അതാണ് ഞങ്ങളെടുത്ത നിലപാട്. ഞാനെടുത്ത നിലപാടല്ല. 15 വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല. LDF ഒരു ഭീഷണിയാണ് കേരളത്തിൽ. പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തല്ലിപ്പൊളികളായിട്ടുള്ള UDFുമായി സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ എടുത്തു. ആ നിലപാട് ദഹിക്കാത്ത അപൂർവം ചില ആൾക്കാരുണ്ട്. അവരാണ് ഈ ബഹളങ്ങളെല്ലാം വെക്കുന്നത്. ഞങ്ങളുടെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും UDFുമായി ചേർന്ന് പോകണം. അതാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്തതിൻ്റെ ചുരുക്കാണ് പലർക്കും ഉള്ളത്. അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. BJP കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ LDFനെയും UDFനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച്, തെളിഞ്ഞ നിലപാട് സ്വീകരിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ UDFനെ പിന്തുണച്ചിട്ടില്ല. ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തിട്ടുണ്ട്. എന്താ അത് എടുക്കാതെ കാരണം? UDF എന്ന് പറയുന്നത് എപ്പോഴും CPMന്റെ അക്രമവും മറ്റും കാരണം അവർ ഞങ്ങളെ പിന്തുണയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല, ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന്റെ പ്രശ്നമുണ്ട്. അത് ഇവിടെ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അതുകൊണ്ട് പാലക്കാട് 4000 വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുന്നത്, നിലപാട് തെളിഞ്ഞു തന്നെ പോകും. പാലക്കാട് ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘ സ്വയം സേവകന്മാരും BJP പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ്. അങ്ങനെ മറ്റേ നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിലാണ് സഹോദര മത്സരിച്ച്? എന്താ തുടക്കം? സാറേ നിങ്ങളെ LDFന്റെ കഥ പറയണ്ട. അവർ എന്ത് ചിഹ്നത്തിലാണ് നിങ്ങൾ മത്സരിക്കുക? അങ്ങനെയല്ല പറയാം. അങ്ങനെയല്ല അതിൽ 2 പേര് തയ്യാറില്ല എന്ന് പറഞ്ഞു. 3ാമത് ആളെ മത്സരിച്ചു. അദ്ദേഹം മത്സരിക്കുന്നതിന് തലേദിവസം വരെ അതിപ്പോ എന്താണെന്നറിയോ കാരണം? അല്ലല്ല അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. പക്ഷേ ഞങ്ങളെ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങളത് വലിയ വിഷയമാക്കണ്ട. എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ? എന്താ അയാളുടെ സ്ഥിതി? അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളെ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥി മോഹികളില്ല. അല്ല, ഞങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികളില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ മുതിർന്ന നേതാക്കളെ എല്ലാം സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാകാം. അങ്ങനെയല്ല. അത് ഈ ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാലോ, ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അംഗീകരിക്കുന്നില്ല. അതിലെന്താ കുഴപ്പം? സത്യമല്ലേ? അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം. ശ്രീ V. മുരളീധരൻജിക്ക് മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല. 2 ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജിയന്റെ ചുമതലയായിരുന്നു, ചെന്നിത്തലയെ പോലെയല്ല. അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലാണ്. നോക്കൂ, V. മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളെ നേതാവിനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും
ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഓരോ ഏതാ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തതക്കുറവ് വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ വരികൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? വെരി ക്ലിയർ. ഞാൻ ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. തുല്യ നിന്ദ സ്തുതിർ മൗനി എന്ന് കേട്ടില്ലേ? കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും 3 മണ്ഡലത്തിലെയും, അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം 3 പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 4000 വോട്ട് കുറഞ്ഞത്, 2000 വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്, 2000 വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി, വിശകലനം നടത്തി, നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും, ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല, ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുന്നോട്ട് പോകും. ഇല്ല, അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല. ഒരു നഗരസഭാ കൗൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം പറയാം. ഇല്ല, ഞാൻ അതല്ല ഇത്രയല്ലേ പറയാൻ പറ്റില്ല. അത് പറയില്ല, പേരുകൾ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച്, പാവം അവര് ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ, ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. എന്ത് പറയുമ്പോഴും നിങ്ങൾ നോക്കൂ, അതിന് ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ശരി, അതും പരിശോധിക്കും. അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ, അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പരിശോധിക്കും. ഞങ്ങൾ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. ശരി, എല്ലാം ഞാൻ പറഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കണം.
അയ്യോ പാർട്ടിക്കുള്ളിലല്ല, ഇനി അത് നിങ്ങൾ വാർത്തയാക്കണ്ട. അത് നിങ്ങൾ കണ്ടില്ലേ, കോൺഗ്രസ് അനുകൂലികളല്ലേ, ഷാജനക്കറിയാം അയാൾ എന്താണ് പിന്നെ. അവനല്ലേ ഇപ്പൊ ഞങ്ങളെ പാർട്ടിയിൽ എന്റെ രാജ്യം ആവശ്യപ്പെടുന്നത്, അവനല്ലേ എന്റെ രാജ്യം ആവശ്യപ്പെടുന്നത്. അല്ല അതല്ലേ ഇപ്പൊ രാജ്യം ആവശ്യപ്പെടുന്ന അവരെ 3 പേരാണ് രാജ്യം ആവശ്യപ്പെട്ടത്. മുരളീധരൻ പ്രസിഡന്റായ കാലത്ത് പോലും ഈ തരത്തിലുള്ള അക്രമം തോൽവികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സുരേന്ദ്രന്റെ പാർട്ടിയിലുള്ള ആളുകളെല്ലാം പാർട്ടിയിൽ ആരില്ല, ഒരാളുമില്ല. നിലവിൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ കടന്നാക്രമിക്കുന്നു. പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല. തയ്യാറാവുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരാളും ആക്രമിക്കില്ല. ഏതാക്രമിക്കും? എന്നെ ആരാക്രമിക്കും? ഒരു രംഗത്തും വരില്ല. എനിക്കെതിരെ അല്ലെന്ന് വെറുതെ നിങ്ങൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം പരിശോധിക്കുന്നുണ്ട്. വീണ്ടും ഓരോന്ന് ചോദിക്കാം. ശരി, ഈ വിഷയത്തിൽ ഇനി എന്താ ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്താണ് ഈ അത് കിട്ടിയില്ലെന്ന് സതീശൻ പറഞ്ഞില്ലല്ലോ. കിട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. കിട്ടിയെന്ന് മാത്രമാണോ? ആഹ്ലാദപ്പെടാൻ ആരാ നടത്തിയത്? ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഇപ്പം അല്പസമയം മുൻപ് ഈ അതായത് ജാവേദ്കറിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായി. അതായത് ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി രാജി ആവശ്യപ്പെടുകയുമില്ല, LDF യൂണിഫോം വ്യൂഹം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു ട്വീറ്റ് നടത്താനുള്ള കാരണം എന്താണ്? താങ്കൾ വ്യക്തിപരമായിട്ടല്ല ഇതിൽ കാണുന്നതെന്ന് പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിൽ ഒരു രാജ്യ അല്ല, ഞാൻ അതിനെന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ പാർട്ടി എന്താണ് പറയുന്നത് നോക്കാന്ന്. നിങ്ങൾ എന്തിനാണ് ഞാൻ അതിനല്ലേ പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർജി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിപ്പോഴല്ലേ, അതിന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കർജി നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യം അദ്ദേഹം ഇത് പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ആണല്ലോ. 2004 തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോ ഇല്ല എവിടെയാണ് നിങ്ങൾ പറയുന്നത്? 2004 ഒന്നാമത് നിങ്ങൾക്ക് ഒരു വസ്തുത അറിയില്ല. 2004 ശ്രീധരൻപിള്ള സാർ രാജിവെച്ചിട്ടില്ല. ഇല്ല വെറുതെ എന്തിനാണ് പറയുന്നത്? അല്ലല്ല, ഞാനിപ്പോ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കൊടുത്ത അതിനുള്ള മറുപടി ഞാൻ പച്ച മലയാളം മനസ്സിലാവുന്ന എല്ലാവരോടും പറഞ്ഞു. ഇനി ഇവിടെ ചോദിക്കുന്നു.